സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. 8 റീസൺസ് വൈ ആൻ ഐഫോൺ ഈസ് ബെറ്റർ ദാൻ ആൻ ആൻഡ്രോയിഡ് ഫോൺ. ബൈ എനി മീൻ ഈ വീഡിയോയുടെ ഉദ്ദേശം ആൻഡ്രോയിഡിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആൻഡ്രോയിഡ് യൂസേഴ്സിനെ മോശമായിട്ട് ചിത്രീകരിക്കുക ഒന്നുമല്ല. വിത്ത് മ്യൂച്വൽ റെസ്പെക്റ്റ് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെമോഗ്രഫിയാണ്. അതായത് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ iOS ആയിക്കോട്ടെ ആനുവലി കൃത്യമായിട്ട് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഈ രണ്ട് പ്ലാറ്റ്ഫോമിലും കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഈ കൊണ്ടുവരുന്ന അപ്ഡേറ്റിൻ്റെ അഡോപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. 2025 മെയ്യിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ സൂചിപ്പിക്കുന്നത് iOSൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 18 യൂസേഴ്സിൻ്റെ അഡോപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 90% ആണ്. എന്നാൽ മറിച്ച് ആൻഡ്രോയിഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് മാർക്കറ്റ് ഷെയർ ഉള്ള അല്ലെങ്കിൽ യൂസർ ബേസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് കമ്പയറിംഗ് ടു iOS. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് യൂസേഴ്സിൻ്റെ അഡോപ്ഷൻ റേറ്റ് ആണ്. അത് വെറും 40% മാത്രം യൂസേഴ്സാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 14 അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റിലുള്ള നിരവധി സ്മാർട്ട് ഫോണുകളാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ കാര്യത്തിലും നമുക്കറിയാം എല്ലാ മാസവും ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഐഫോണിന് കാണും. എല്ലാ മാസവും. അത് ഇഷ്ടപ്പെടാത്തവരുമുണ്ട്, ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. ഇനി ലോങ് ടേം സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളെ പറ്റി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ ഒരു കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ലാതെ തന്നെയാണ് ആപ്പിൾ മുന്നോട്ട് പോകുന്നത്. 7 വർഷത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈസുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ആൻഡ്രോയിഡ് സൈഡിലേക്ക് വരുമ്പോൾ വളരെ റീസെൻ്റ്ലിയാണ് 7 ഇയർ സോഫ്റ്റ്വെയർ സപ്പോർട്ടുകളൊക്കെ ഗൂഗിള്, സാംസങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അതും സാംസങ്ങിൻ്റെ ഹയർ എൻഡ് മോഡൽസ് അല്ലെങ്കിൽ പ്രീമിയം മോഡൽസിന് മാത്രമാണ് 7 ഇയർ സപ്പോർട്ട്. ലോവർ എൻഡ് മോഡൽസിനൊന്നും 7 ഇയർ സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കറിയാൻ സാധിച്ചത്. എന്നാൽ ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ 2015 ഇറങ്ങിയ iPhone 6 ആപ്പിൾ കൊടുത്തിട്ടുള്ള അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് മാർച്ച് 31, 2025 iOS 15.8.4. സോ 10 വർഷം പഴക്കമുള്ള ഡിവൈസിന് ഇപ്പോഴും ആപ്പിൾ റെഗുലറായിട്ട് സോഫ്റ്റ്വെയർ സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമല്ല. സോ ആൻഡ്രോയിഡ് ആണെങ്കിലും iOS ആണെങ്കിലും ഇത് ഓപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് it is all about two main things. Whether you have the money to afford it or you buy based on യുവർ നീഡ്. എന്താണ് നമ്മളുടെ ആവശ്യം എന്നുള്ളത് നമ്മൾ തന്നെ സ്വയമായിട്ട് വിലയിരുത്തുക. ഇതിലേതിലാണ് നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതാണ് നമ്മളുടെ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 2, സ്റ്റാൻഡ് ഔട്ട് ബാറ്ററി. സ്റ്റാൻഡ് ഔട്ട് ബാറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിലല്ല. ഹയർ കപ്പാസിറ്റി ഉള്ളത് നമുക്കൊന്നും സംശയമില്ല ആൻഡ്രോയിഡ് തന്നെയാണ്. 5000, 6000, 7000 mAh കപ്പാസിറ്റി ഉള്ള ഡിവൈസുകൾ വരെ നമ്മുടെ ഇടയിലുണ്ട്. വെൻ ഇറ്റ് കംസ് ടു iOS ദേ ആർ സ്റ്റിൽ ട്രൈങ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. 5000 mAh എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഒരു സ്വപ്നമാണ്. താമസിക്കാതെ ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്നാണ് ലേറ്റസ്റ്റ് ലീക്സും റൂമേഴ്സും iOS 17 സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഈ സ്റ്റാൻഡ് ഔട്ട് ബാറ്ററി കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഐഫോൺ ബാറ്ററീസിൻ്റെ സർവൈവിങ് സ്കില്ലിനെ പറ്റിയാണ്. അതിനെ എനിക്കൊരിക്കലും ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ സാധിക്കത്തില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ പലതവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പല ആളുകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ആയിരിക്കാം. അതായത് 5% താഴെ പോകുന്ന അവസരങ്ങളിൽ ഐഫോണിൻ്റെ ബ്ലൂടൂത്ത്, വൈഫൈ, ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഡിസേബിൾ ചെയ്ത് വെക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഒരു എമർജൻസി വന്നാൽ നമുക്ക് അത്യാവശ്യം കോൾ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് മാത്രം 2-3% ബാറ്ററി കീപ്പ് ചെയ്യും. ഈ കീപ്പ് ചെയ്യുന്ന ബാറ്ററി മണിക്കൂറുകളോളം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് സോഫ്റ്റ്വെയറിൻ്റെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഒപ്റ്റിമൈസേഷൻ ആൻഡ്രോയിഡിൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷേ വളരെ കുറവാണ് അല്ലെങ്കിൽ വളരെ റെയറാണ് കാണാൻ എന്നുള്ളതാണ് സത്യം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു iOS ഈ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് ഐഫോൺ മോഡലിലും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും മിനിമം ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് 90 watt ആണ്. എന്നാൽ iOSൽ ഓൺ പേപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ലെങ്കിൽ പോലും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് iOS ഡിവൈസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ചില അവസരങ്ങളിൽ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. കുറച്ച് മിനിറ്റുകൾ അങ്ങോട്ട് മാറി നിന്ന് പോയിട്ട് വരുമ്പോഴായിരിക്കാം ഡിവൈസ് 60-70% ഒക്കെ ചാർജ് ആകുന്നത്. 3, ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റം. ദ മോസ്റ്റ് സക്സസ്ഫുൾ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റമാണ്. അത് അല്ലാതെ വേറെ ഒരു ഇക്കോസിസ്റ്റവും ദ മോസ്റ്റ് സക്സസ്ഫുൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആൻഡ്രോയിഡിനും ഉണ്ട്, ഇല്ല എന്നല്ല. ഗൂഗിൾ ഈസ് ട്രൈങ് ടു പുൾ ഇറ്റ് യൂസിങ് ദെയർ പിക്സൽ ലൈൻ ഓഫ് പ്രോഡക്റ്റ്. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് സാംസങ്ങിനും ഉണ്ട്. പക്ഷേ അതത്ര കൺസിസ്റ്റൻ്റ് അല്ല. അതാണ് അതിനകത്തൊരു കുഴപ്പം. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്. ആപ്പിൾ ഓൺ ദ അതർ ഹാൻഡ് ദേ ആർ
പ്രിറ്റി മച്ച് ആക്യുറേറ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ്. നമ്മൾ ഐഫോണിൽ എടുക്കുന്ന ഒരു ഫോട്ടോ നേരെ വരുന്നത് മാക്കിലായിരിക്കും. മാക്കിൽ വരുന്ന മെസ്സേജോ വീഡിയോ കോളോ നമുക്ക് ഐഫോണിലോ ഈവൻ വരുന്ന മെസ്സേജ് ആപ്പിൾ വാച്ചിലോ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് പേരൻ്റൽ കൺട്രോൾസ്, ഹെൽത്ത് മോണിറ്ററിങ്, ഡിവൈസ് ട്രാക്കിംഗ്, ഇങ്ങനെ പറയുന്ന നിരവധി ആ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റേതായിട്ടുള്ള ഒരു ഫങ്ഷണാലിറ്റി ഫീച്ചർ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലഭിക്കുന്നതാണ്. പക്ഷേ ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് എക്സ്പെൻസീവാണ്. അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെയാണ് ആൻഡ്രോയിഡ് ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 4, ഒപ്റ്റിമൈസേഷൻ. അത് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ എന്ന് മാത്രമല്ല, നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ആൻഡ്രോയിഡിനേക്കാൾ, അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കുന്നതും ഐഫോണിൽ ഉപയോഗിക്കുന്നതും സെയിം ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും, ഇപ്പം ഫോർ എക്സാമ്പിൾ സ്നാപ്ചാറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഇതിൽ ആൻഡ്രോയിഡിൽ ലഭിക്കാത്ത കുറേ ഫീച്ചേഴ്സും ഒപ്റ്റിമൈസേഷനും നമുക്ക് iOS ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം, നമ്മൾ പോസ്റ്റോ അല്ലെങ്കിൽ സ്റ്റോറിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കമ്പയറിങ് ടു ആൻഡ്രോയിഡ് യൂസേഴ്സ് തന്നെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, അവരുടെ ഡിവൈസിൽ ഇല്ലാത്ത പല ഓപ്ഷൻസും ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും നമുക്ക് iOS ലഭിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ളൊരു വ്യത്യാസം തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിൽ പോലും നമുക്ക് ഒപ്റ്റിമൈസേഷൻ്റെ കാര്യത്തിൽ ആൻഡ്രോയിഡും iOS എന്ന് പറയുന്ന ഈ 2 പ്ലാറ്റ്ഫോം തമ്മിലുണ്ട് എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ 5ാമത്തെ കാര്യം ചില ആളുകൾ കേൾക്കുമ്പം തമാശയായിട്ട് തോന്നിയേക്കാം, പക്ഷേ ആക്ച്വലി ഇത് എക്സിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ദ പ്രീമിയം ബ്രാൻഡ് വാല്യൂ. അതായത് ഈ ലോഗോ ഉണ്ടല്ലോ, ആപ്പിൾ എന്ന് പറയുന്ന ലോഗോ, അതിന് സൊസൈറ്റിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രീമിയം സ്റ്റാറ്റസ് ഉണ്ട് ആളുകളുടെ ഇടയിൽ. അതെല്ലാ ആളുകളുടെ ഇടയിലല്ല, ഞാൻ പറയുന്ന ചില ആളുകൾക്ക് ചിലപ്പം കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചില ജോലി അല്ലെങ്കിൽ ചില വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഈ പറഞ്ഞ ആപ്പിൾ ഡിവൈസുകൾ ഉപയോഗിക്കുമ്പം നമുക്ക് ഒരു പ്രത്യേക പവറും പ്രത്യേക ആക്സെപ്റ്റൻസിയും ആ ഒരു ആളുകൾക്കിടയിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു പല പഠനങ്ങളും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. സോ സൊസൈറ്റിയിൽ ഇങ്ങനൊരു ലേബൽ ആപ്പിൾ പ്രൊഡക്റ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഇത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു ഫാക്റ്റാണ്. 6, റീസെയിൽ വാല്യൂ. റീസെയിൽ വാല്യൂവിനെ പറ്റി പറയുമ്പം ചീപ്പറായിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണുകളെല്ലാം ഒഴിവാക്കി നിർത്തിയാലും, നിങ്ങളിപ്പം ഒരു വിവോയുടെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട് വളരെ റീസെൻ്റ്ലി X200 എന്ന് പറയുന്നൊരു മൊബൈൽ എടുത്തു. അതെടുത്ത് നമ്മൾ അടുത്ത ദിവസം സെല്ല് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഉദ്ദേശിക്കുന്ന അത്ര റേറ്റ് കിട്ടത്തില്ല. എന്നാൽ നേരെ മറിച്ച് നിങ്ങളൊരു ഐഫോൺ എടുത്ത് പിറ്റേ ദിവസം സെല്ല് ചെയ്യാൻ നോക്കിയാലും നമുക്ക് അത്യാവശ്യം വാല്യൂ അതിൽ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. അതിപ്പം ഒരു ദിവസം കഴിഞ്ഞാലും, ഒരു വർഷം കഴിഞ്ഞാലും, ഒരു 2 വർഷം കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു ഡിവൈസ് സെല്ല് ചെയ്യാൻ നോക്കിയാലും, നമ്മളിപ്പം എടുത്തിട്ടുള്ള ഡിവൈസ് ഒരു 60K ആണെങ്കിലും നമുക്ക് മോശമല്ലാത്തൊരു റീസെയിൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പിൾ. യൂസ്ഡ് മാർക്കറ്റിൽ വളരെ നല്ലൊരു റീസെയിൽ വാല്യൂ ആപ്പിൾ ഡിവൈസുകൾ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം കോമൺ ആയിട്ട് ജനറലി കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഡിവൈസിൻ്റെ ഓവറോൾ ഫിസിക്കൽ അപ്പിയറൻസ്, 2 ബാറ്ററി ഹെൽത്ത്, ബാറ്ററി സൈക്കിൾ കൗണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്പ്ലേ. സോ ഇങ്ങനെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു iOS ഡിവൈസിനെ വാല്യൂ ചെയ്യുന്നത് വളരെ ഈസിയാണ്. 7, കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു 3 വർഷം മുന്നേ വരെ നമുക്കറിയാം ലൈറ്റ്നിങ് മാത്രമായിരുന്നു ആപ്പിൾ ഡിവൈസുകളുണ്ടായിരുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ്റെ ഇടപെടലോടെ ആപ്പിളിൻ്റെ ആ ഒരു മൊണോപ്പൊളി അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ട് നേരെ USB Type-C അതായത് യൂണിവേഴ്സൽ ചാർജിങ് പോർട്ടിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അഡ്വാൻറ്റേജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 1, ഫാസ്റ്റർ ഡേറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ്. നമുക്ക് വളരെ ഈസി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. 2, Type-C ആക്സസറീസിൻ്റെ വൈഡ് അവൈലബിലിറ്റിയാണ്. നമുക്ക് ഏത് തരത്തിലുള്ള Type-C ആക്സസറീസും ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. 3, മാഗ്സേഫ് മാർക്കറ്റാണ്. മാഗ്സേഫ് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ പ്രൊപ്രൈറ്ററി വയർലെസ് ചാർജിങ് ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിരവധി മാഗ്സേഫ് ആക്സസറീസാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അത് പിന്നീട് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ആൻഡ്രോയിഡ് ഡിവൈസുകൾ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സും അല്ലെങ്കിൽ ആക്സസറി മേക്കേഴ്സും ഇതിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസിൽ നമുക്ക് ഒരു ഓപ്ഷനായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്ന മാഗ്സേഫ് ആക്സസറീസും ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അങ്ങനെ ഒരു പുതിയ മാർക്കറ്റ് തന്നെ ഈ ഒരു മാഗ്സേഫ് കൊണ്ട് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഈ ഒരു ഇക്കോസിസ്റ്റം കൊണ്ട് തന്നെ ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ആൻഡ് ഫൈനലി ദ 8th one, റിപ്പയറബിലിറ്റി. കഴിഞ്ഞ കുറേ വർഷങ്ങൾ മുന്നേ നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ അത്രയും ഈസി ആയിട്ട് നമുക്ക് iOS ഡിവൈസുകൾ റിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാലിപ്പം വന്ന് ആൻഡ്രോയിഡിനേക്കാൾ ബെറ്ററായിട്ട് നമുക്ക് iOS ഡിവൈസുകൾ റിപ്പയർ ചെയ്യാനും സാധിക്കും, അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. സോ ആപ്പിളിൻ്റെ അണ്ടർ വാറൻറ്റി പ്രോഡക്റ്റുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ
റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഔട്ട് ഓഫ് വാറണ്ടി ഡിവൈസുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു കോൺവെർസേഷൻ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആപ്പിളിൻ്റെ സപ്പോർട്ടിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യക്ക് ആപ്പിളിൻ്റെ ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് ടീമുണ്ട്. അവരെ ഡയറക്റ്റ് ഒന്നെങ്കിൽ നമുക്ക് ഓൺ കോളിലോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഓതറൈസ് സർവീസ് സെൻറ്റേഴ്സിൽ പോകുമ്പോഴുള്ള കുഴപ്പം, അവർ ആപ്പിളിൽ നിന്ന് സബ്സിഡറി എടുത്തേക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ കുറേയധികം നൂലാമാലകളും കുറേയധികം പ്രൊസീജിയേഴ്സും നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരും. അതോടൊപ്പം എക്സ്ട്രാ പേയ്മെൻറ്റും ആകുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഡയറക്റ്റ് ആപ്പിളിൻ്റെ സർവീസ് സപ്പോർട്ടിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തതിന് ശേഷം അവർ ത്രൂ ഈ ഒരു തേർഡ് പാർട്ടി ഓതറൈസ് സർവീസ് സെൻറ്ററിലേക്ക് ചാനൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. 3 തേർഡ് പാർട്ടി റിപ്പയറിംഗ് ഓപ്ഷൻസ് ആണ്. ഇവിടെ കേരളത്തിൻ്റെ മാത്രം കാര്യം എടുത്ത് നോക്കിയാൽ എണ്ണാൻ സാധിക്കുന്നതിനപ്പുറം തേർഡ് പാർട്ടി സർവീസ് സെൻറ്റേഴ്സും ഓപ്ഷൻസും എല്ലാം നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അതിൽ നിങ്ങളുടെ ഐഫോണിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യുന്നത് മുതൽ ചമ്മന്തി പരിവായ ഫോണിൽ നിന്ന് നിഷ്പ്രയാസം നിങ്ങളുടെ ഡാറ്റ ഇവിടെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന സൗകര്യങ്ങളും ഉപകരണങ്ങളും നമുക്ക് നിലവിലുണ്ട്. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വൈഡ് വെറൈറ്റി റിപ്പയറിംഗ് ഓപ്ഷൻസ് ആണ് ആപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് നിലവിലുള്ളത്. അങ്ങനെ ഈ 8 കാര്യങ്ങളാണ് ആൻഡ്രോയിഡും iOSും തമ്മിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ smash you. So once again, this is Milan. Catch you guys next one. Until then, peace.